ഹായ് കൂട്ടുകാരെ, സുനിൽ അഗ്രിടെക്സ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ, നമ്മുടെ ചാനലിൽ ഇതുവരെ ചൈനീസ് ബാൾസം ചെടിയെക്കുറിച്ചുള്ള വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചൈനീസ് ബാൾസം എന്ന ചെടിയുടെ നടൽ രീതിയെക്കുറിച്ച് പറയാം. വളരെ എളുപ്പത്തിൽ അധികം സൺലൈറ്റ് ഒന്നും ആവശ്യമില്ലാതെ നല്ല രീതിയിൽ വളരുന്ന ഒരു ചെടിയാണ് ഈ ചൈനീസ് ബാൾസം ചെടി. അപ്പോൾ പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഏത് സമയത്തും നിറയെ പൂവുണ്ടാകുന്ന ഒരു ചെടി നടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളർത്താൻ എളുപ്പമുള്ളതും എന്നാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകുന്നതായിട്ടുള്ള ഒരു ചെടി കൂടിയാണ് ഈ ചൈനീസ് ബാൾസം ചെടി. ഏത് കാലത്തും നിറയെ പൂവുണ്ടാകുന്നത് കൊണ്ട് തന്നെ അധികം സൺലൈറ്റ് ഒന്നും ലഭിക്കാത്തടത്തും നല്ലപോലെ പൂവുണ്ടാകും എന്നതുകൊണ്ട് തന്നെ ഇത് മിക്ക വീടുകളിലും ഷെയ്ഡുകളിൽ ഭംഗി കൂട്ടുന്ന ഒരു ചെടിയായി മാറിയിട്ടുണ്ട്. വിവിധ കളറുകളിലുള്ള ചൈനീസ് ബാൾസം ചെടി വീടുകളിലുണ്ടെങ്കിൽ ഗാർഡൻ അതിമനോഹരമായിരിക്കും. അപ്പം വളരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ കളർഫുൾ ആയിട്ടുള്ള ഈ ചെടികൾ ആർക്കും നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ കഴിയും. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു ചെടി തന്നെയാണിത്. അതുകൊണ്ട് ഇതൊരു സാധാരണക്കാരുടെ ചെടിയായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഏതുതരം കാലാവസ്ഥയിലും ഷെയ്ഡുള്ള സ്ഥലത്ത് നല്ല ബുഷിയായിട്ട് നിറയെ പൂവുണ്ടാകും വിധം ബാൾസ ചെടി വളർത്താൻ നമുക്ക് സാധിക്കും. വെള്ളത്തണ്ട് പോലുള്ള ചെടി ആയതുകൊണ്ട് തന്നെ മഴക്കാലം കൂടുതൽ വെള്ളം ആയിട്ടുണ്ടെങ്കിലും ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും നനയ്ക്കുമ്പോൾ ഒക്കെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചാൽ അത്രയും തന്നെ ആവശ്യമുള്ളൂ. ഇഷ്ടമുള്ള കളർ ബാൾസം ചെടിയുടെ ഒരു കമ്പ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം ബാൾസം ചെടി ഒരു ചെറിയ തണ്ട് തന്നെ കൊണ്ട് തന്നെ നമുക്ക് ധാരാളം ചെടി ഉണ്ടാക്കാൻ സാധിക്കും. അത് ചീഞ്ഞു പോകാതെ പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയാൻ പോകുന്നത്. ഇതുപോലുള്ള ഒരു തണ്ട്, ചെറിയൊരു തണ്ട് നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഇളം തണ്ടാണ് കൂടുതൽ നല്ലതെങ്കിലും നമുക്ക് മൂത്ത തണ്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ തണ്ട് കണ്ടില്ല, ഇതുപോലുള്ള തണ്ട് നമുക്ക് ഒരു അധികം മൂപ്പില്ലാത്ത തരത്തിലുള്ള തണ്ട് നമുക്ക് മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ആ ഒരു മുട്ട് പോലുള്ള ഭാഗം കണ്ടില്ല, അപ്പോൾ ആ ഭാഗത്ത് അവിടെ നിന്നാണ് ഇങ്ങനെ വേര് വരുന്ന സ്ഥലം. അവിടെ നിന്ന് കുറച്ച് വിട്ടിട്ട് താത്തിയിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അധികം താത്തി കെട്ടണമെന്നില്ല. ചെറിയൊരു ട്രേയിലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പോട്ടിലോ ഒക്കെ നമുക്ക് മണൽ നിറച്ചിട്ട് അതിലാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത്. അപ്പം മറ്റേ നമ്മൾ നേരിട്ട് പോട്ടി മിക്സിലേക്ക് നടുമ്പോൾ അത് പലപ്പോഴും നമ്മൾ കമ്പ് മുറിച്ച് നടുമ്പോൾ ചിലപ്പോൾ റയറായിട്ടുള്ള ഒരു കഷ്ണമൊക്കെ നമുക്ക് കിട്ടിയതായിരുന്നെങ്കിൽ നമ്മൾ നേരിട്ടത് നടുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ആ നനവിൻ്റെ ഇതൊക്കെ കാരണം ചിലപ്പോൾ അത് ചീഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ നടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇതിങ്ങനെ മുറിച്ചിട്ട് നമ്മളിത് ആ ഒരു തണ്ട് താഴേക്ക് വെച്ചതിന് ശേഷം മണലിൽ ഇതാക്കിയിട്ട് കുറച്ച് വെള്ളം നനച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കൊന്ന് നനച്ച് കൊടുക്കുക. ഒരു 2 നേരത്തിൽ ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അധികം കൂടുതൽ നനേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ മണലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ വെള്ളം കെട്ടി കിട്ടില്ല. നല്ല നിർവാഴ്ചയുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിൻ്റെ വേരോട്ടം നടക്കുകയും പെട്ടെന്ന് നമുക്ക് വേര് പിടിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ വേര് പിടിക്കാൻ ഒരു 10 ദിവസം കൊണ്ടൊക്കെ നല്ല രീതിയിൽ വേര് പിടിച്ച് കിട്ടും. പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നല്ല വേര് പിടിച്ച നല്ല ബാൾസം ചെടി നമുക്ക് കിട്ടും. അപ്പോൾ ആ ചെടി നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് വേര് പിടിച്ച അതിൻ്റെ അകത്തേക്ക് മണലിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടും എല്ലാം ഇതങ്ങ് വലിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാണകം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഉണങ്ങിയ നല്ലോണം ഉണങ്ങിയ ചാണകപ്പൊടി തന്നെ എടുക്കാമെന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് ചകിരിച്ചോറുണ്ടെങ്കിൽ ചകിരിച്ചോറ് എടുക്കാം. മണൽ ചേർക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ച് മണൽ, അതുപോലെ തന്നെ മണ്ണ് എടുക്കുക, തൊടിയിലെ മണ്ണ് എടുക്കുക. വേണമെങ്കിൽ കുറച്ച് വേപ്പ് മണ്ണാക്കും എല്ലുപൊടിയും കൂടി ചേർക്കുക. ഇത്രയും സാധനങ്ങൾ നമുക്ക് മിക്സ് ആക്കിയതിന് ശേഷം പോട്ട് നിറയ്ക്കാവുന്നതാണ്. പോട്ട് നിറച്ചിട്ട് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ഒരു 2 നേരം ചെറിയ രീതിയിൽ വെള്ളം ഒഴിക്കുക. അതുപോലെ തന്നെ നമുക്ക് കൂടുതലും ഷെയ്ഡിൽ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കൂടുതൽ സൺലൈറ്റ് അടിക്കുന്നത് ചെടിക്ക് ഒരു വാട്ടം പോലെ വരുന്നൊരു പ്രശ്നം കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് അധികം ഒരു വെള്ളത്തണ്ട് പോലെ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അധികം വെയിലടിക്കുമ്പോൾ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഷെയ്ഡ് പോലെയുള്ള അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്നതും അങ്ങനെ ഷെയ്ഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ വെക്കുമ്പോഴാണ് കൂടുതൽ നല്ല രീതിയിൽ പൂ ഉണ്ടാകുന്നത്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ വേറൊരു വീഡിയോയിലൂടെ പറയാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികളും നമുക്ക് നഷ്ടപ്പെട്ടു പോകാതെ നല്ല രീതിയിൽ നല്ല ബുഷിയായിട്ട് നല്ല പൂ ഉണ്ടാകുന്ന രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ തുടർന്നും ഇതുപോലുള്ള വീഡിയോകളായിട്ട് വരാം. താങ്ക്